Everyone, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മുടെ ഈ ചാനൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലോൺ ചെയ്യുക ഓൺ ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. കാരണം വെച്ചാൽ മാർക്കറ്റ് ഒത്തിരി സൈഡ് വേസ് ആണ്. സ്കാൽപ്പിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. പ്രോപ്പർ സ്ട്രക്ചർ ഇതിനകത്തൊന്നും കാണുന്നില്ല. ബട്ട് യെസ്, നമ്മൾ ഫ്രം റെസിസ്റ്റൻസ് ഇത് നമ്മൾ റെസിസ്റ്റൻസ് ചെയ്യാൻ ലാസ്റ്റ് ഇന്നലെ ഇനി വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ലൈക്സും കുറവാണ്, ഷെയറും കുറവാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പ്ലീസ്. എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. സോ എനിവേ, നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് 25,000 ഈ ഒരു റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്. സോ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുക ഇങ്ങനെ 1 2 3 4 5 സ്ട്രക്ചർ കാണുന്നുണ്ട്. ഇത് 1 ഇവിടെ വരെ 0 to 1, 2 ബൗൺസ്, 3 ആൻഡ് 4 ബൗൺസ് ആൻഡ് 5th ഇവിടെ കംപ്ലീറ്റ് ആണോ ഓർ ഓൺ ഗോയിങ് ആണോ അത് നമുക്ക് ഇനി നോക്കാനുള്ളതാണ്. റൈറ്റ്, ഇപ്പോൾ സ്ട്രക്ചർ 4th നമുക്ക് പറയാം. ഓക്കെ, ഇനി കൺഫർമേഷൻ എങ്ങനെ കിട്ടും മീൻസ് നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ബാക്കി ലെവൽസ് ഡിലീറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കുക 2 to 4 ലൈൻ, 2 to 4 ലൈൻ താഴെ നിന്നാണോ മുകളിൽ നിന്നാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും 2 to 4 ലൈൻ നമ്മൾ വരച്ച് വയ്ക്കുക അതിങ്ങനെ. ഓക്കെ, സോ സ്ട്രക്ചർ ഇനി ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ അബവ് സ്ട്രക്ചർ പോവുകയാണെങ്കിൽ ദറ്റ് മീൻസ് 5th കംപ്ലീറ്റായി 24,700 അബവ്. സോ സ്ട്രക്ചർ ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ സ്ട്രക്ചർ ഈ 5 മൂവ്സ് കംപ്ലീറ്റ് ആയി ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ഇമ്പൾസിലേക്കാണ് ബുള്ളിഷ് മോഡിലായി. ദാറ്റ് മീൻസ് ഓക്കെ, ഇവിടെ 5 ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഓർ ഇവിടുന്ന് തന്നെ റിജക്ഷൻ എടുത്തിട്ട് നാളെ താഴേക്ക് പ്രൈസ് വരികയാണെങ്കിൽ എന്താ ചെയ്യുക? സോ 5th ഓൺ ഗോയിങ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്ത് ഇങ്ങനെ ഫിബ് റിട്രേസ്മെൻറ്റ് എടുക്കാം. ഈ 3 to 4 ഇങ്ങനെ വെക്കണം. ഓക്കെ, സോ 4th ടാർഗറ്റ് എങ്ങനെയൊക്കെയാണ് 127%, 141% ആൻഡ് 161.80% 4th ടാർഗറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഇത്ര വരെ 24,410. ഓക്കെ, ആൻഡ് 127% കൂടി മാർക്ക് ചെയ്ത് വെച്ചോളൂ. 127% നമ്മൾ ചെയ്താൽ 24,490. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ മീൻസ് പ്രൈസ് ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ, കാര്യം മനസ്സിലാക്കി എടുക്കണം. ഈ 24,700 അബവ് പ്രൈസ് പോയില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയില്ലെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് ഫർദർ സസ്റ്റെയിൻ ആയാൽ ഫർദർ അപ്പ് സൈഡ്, ഓർ സസ്റ്റെയിൻ ആയില്ലെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഡൗൺ ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇൻ കേസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടത്? സോ എന്താ ചെയ്യുക? ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ എടുത്തോളൂ. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇത് കണ്ടോ? ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ താഴെ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവണമെങ്കിൽ താഴേക്ക് മൂവ് കിട്ടും. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് മൂവ് കിട്ടും. ഓക്കെ, അതാണ് ഇൻ ഷോർട്ട് കാൽക്കുലേഷൻസ്. അതാണ് എലിറ്റ് വേവ് ആൻഡ് എലിറ്റ് വേവിൽ അങ്ങനെയാണ് നടക്കാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, സോ ഇതിനകത്ത് ഇത്ര പറയാനുള്ള റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ്? അതായത് സഡൻ റെസിസ്റ്റൻസ് ഇത് വരും 24,770 ആൻഡ് അതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഇത് നല്ല റെസിസ്റ്റൻസ് ആണ്. 24,830 to 40 നല്ല റെസിസ്റ്റൻസ് ആണ്, മറക്കരുത്. ഓക്കെ, ബാക്കി മുകളിലത്തെ ലെവൽസ് എല്ലാം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട്സ് താഴെ ഇതാണ്. പിന്നെ 24,410 ഈസിലി ബ്രേക്ക് ആവത്തില്ല, ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 5th മൂവ് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഞാൻ ഇത് വേറൊരു ഇത് കൂടി കാണിച്ചു തരാം. ഇത് തിന്നാക്കി നമ്മുടെ എപ്പോഴും നമ്മൾ 2 to 4 ലൈൻ ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ 2 to 4 ലൈൻ വരച്ചല്ലോ. ഇതെപ്പോഴും ക്ലോൺ ഓർ കോപ്പി എടുക്കാം. ഇത് ക്ലോൺ കണ്ടോ? റൈറ്റ് സൈഡിലും ക്ലിക്ക് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ക്ലോൺ ആൻഡ് ദെൻ അത് എക്സാക്ട്ലി ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നടക്കുന്നതുമായിട്ട്. സോ ചാനലാണ് ഇപ്പോൾ ഉള്ളത്. പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് ഇതിൻ്റെ താഴെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടുന്ന് പിന്നെ പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറാനായിരിക്കും. കാരണം 5 മൂവ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ 5 മൂവ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും. ക്ലിയർ ആണല്ലോ പിക്ചർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ കമൻറ്റ് റിപ്ലൈ തീർച്ചയായിട്ടും തരാറുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ വേറെ താഴത്തെ ലെവൽസ് ഓൾറെഡി ഇതിനകത്തുണ്ട്. സൈഡ് ലെവൽ 25,000, ഓവറോൾ ബുളിഷ്നെസ് 25,000 അബവ് ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ഷോർട്ട് അനാലിസിസ് ആയിരിക്കും. കുറച്ച് ബിസിയാണ്, ഇപ്പോൾ കുറച്ചൊരു ബിസിയാണ്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത് കണ്ടോ? യെസ്, ഇതിൻ്റെ റീടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ ദാറ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് ഇപ്പോൾ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറേണ്ടതാണ്. 1 and 2 കറക്ഷനാണ് നടക്കുന്നത്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അപ്പോൾ നമുക്ക് നാളെ കിട്ടാനുള്ള ചാൻസസ്
ഉണ്ടാകും. സഡൻ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആയിരിക്കുള്ളൂ. ഇന്നത്തെ ഡേയിലൂടെ ബില്ലോ 54,585. ഓക്കെ, ഇതിൻ്റെ ബില്ല് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഓപ്പണിംഗ് ആണ് മെയിൻ നാളത്തെ ഇതിൻ്റെ. ഓക്കെ, ബാക്കി റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സപ്പോർട്ട്, യെസ്, ഇത് സപ്പോർട്ടാണ്. ഓക്കെ, ബാക്കി എല്ലാ ലെവൽസിനകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് വേഗം സെൻസെക്സ് അനാലിസിസ് അടക്കാം. ഞാൻ ആക്ച്വലി ബിസിയാണ്, അതുകൊണ്ടാണ് ഇത്ര ഷോർട്ട് അനാലിസിസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഉണ്ടാക്കുന്നത്. ബട്ട് എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, അവർ പ്രോപ്പർലി ലൈക്കും ചെയ്യാറുണ്ട്, മെസ്സേജും എനിക്ക് റിപ്ലൈ മെസ്സേജും ചെയ്യാറുണ്ട്, കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സെൻസെക്സിൽ ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആണ്. ഓക്കെ, ആൻഡ് സെൻസെക്സിൽ സെയിം സ്ട്രക്ചർ നിഫ്റ്റിയുടെ പോലെ 1, 2, 3, 4 and 5. ഇതിൽ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇതിൽ നമ്മൾ ഈ 3 to 4 നമ്മൾ നോക്കുകയാണെങ്കിൽ 127%. അതാ ജസ്റ്റ് ഒരു പോയിൻറ്റ് ഇത്തിരി വ്യത്യാസമുള്ളൂ. അത് മാർക്ക് ചെയ്ത് വെക്കാം. 127%, 161% ഇവിടെ ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്ത് ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, 2 to 4 ട്രെൻഡ് ലൈനാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ബുള്ളിഷ് മോഡിലേക്കാണ് ഇപ്പോൾ. നോക്കാം, ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമെങ്കിൽ ബുള്ളിഷ്നെസ് കിട്ടും. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് യെസ് ഇതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഹൈ ആയിരിക്കും. ഓക്കെ, സപ്പോർട്ട് ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 2 സപ്പോർട്ട്സൊക്കെ അല്ലേ. ഓക്കെ, 80,650 ബിലോ പോയാൽ മാത്രമേ ഫർദർ ഫോളോ. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ എൻഡിങ് ലെവൽ പാറ്റേൺ ഫൈൻഡ് ചെയ്യണം. നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും എൻഡിങ് ലെവൽ പാറ്റേൺ ഫൈൻഡ് ചെയ്യുക. 5 minutes ടൈം ഫ്രെയിമിൽ ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഫൈൻഡ് ചെയ്യുക. ആൻഡ് ദെൻ ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ബിലോ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്തില്ലെങ്കിൽ റിവേഴ്സൽ പ്ലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ചുമ്മാ വെറുതെ നമ്മുടെ പാറ്റേൺ ഫോം ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ദാറ്റ് മീൻസ് അവർ പോസ് എടുക്കുന്നത് ഇൻട്രസ്റ്റഡ് ആണ്. അവർ അവിടെ ഇത് തീർക്കാൻ, ആ ഒരു ട്രെൻഡ് തീർക്കാൻ നെക്സ്റ്റ് ട്രെൻഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് റൂളാണത്. റൂൾസിൻ്റെ വാല്യൂ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റൂൾസ് എന്ന് പറഞ്ഞാൽ റൂൾസാണ്, അതങ്ങനെ അവർ ചെയ്തിരിക്കും കേട്ടോ. യെസ്, അത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ ഒന്നുമില്ല. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പെർഫെക്റ്റ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടോ? പെർഫെക്റ്റ് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് യെസ്, ഐ തിങ്ക് വീക്ക്നെസ് കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിലൊക്കെ എന്ത് പെർഫെക്റ്റാണ് ഈ ലെവൽ വർക്ക് ചെയ്യുന്നത്. ഇത് 2 days മുന്നേ കൊടുത്തതാണ്, കണ്ട ലെവൽസ് കാര്യങ്ങളൊക്കെ കണ്ടോ. സപ്പോർട്ട് എടുത്തു, ബ്രേക്ക് ഡൗൺ, സപ്പോർട്ട്, ആൻഡ് ദെൻ എക്സാക്റ്റ് ഇവിടെ റെസിസ്റ്റൻസ്. ഈ ടൈപ്പ് ഓഫ് എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് വേണം ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ. നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആയിരിക്കുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഇത് നമുക്ക് സപ്പോർട്ടാണ് ഇപ്പോൾ. ഓക്കെ, ബാക്കി ലെവൽസ് ആസ് യൂഷ്വൽ അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ. കൂടുതൽ ബിയറിഷ് ഇതിനകത്ത് ആവേണ്ട, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, അത്ര ഇതിനകത്ത്. ഓക്കെ, കാരണം ഈ ഒരു കൺസോളിഡേഷൻ്റെ ബ്രേക്കൗട്ടാണ്. താഴേക്ക് വന്നാൽ പിന്നെ വീണ്ടും ഈ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മുടെ മൂവ്സ് ഇവിടെ നിന്ന് 1, 2, 3 ഓൺ ഗോയിങ് 4 മേ ബി ചാൻസസ് ഉണ്ട്. 5th ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ 12,683 അബവ് പോവുകയാണെങ്കിൽ മേ ബി ചാൻസസ് ഉണ്ട് ഫർദർ അപ്പ് മൂവ്. അതെങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ടു ഇത്ര വരെ 127% ആണ് നമ്മൾ നോർമലി നമ്മുടെ ഇതിനകത്ത് നമ്മൾ നോക്കാറുള്ളൂ. യെസ്, 5th വേവിൽ. ഓക്കെ, 161.80% ആൻഡ് ഫർദർ അപ്പ് സൈഡ് ഈ ലെവൽ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയട്ടെ. താങ്ക് യു.